DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 20 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ഇന്ന് നേരിയ മഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുകയാണ്. മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ന് 3 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അടുത്ത അറിയിപ്പ്, കാർഷിക യന്ത്രവൽക്കരണ പദ്ധതിയിലൂടെ ട്രാക്ടർ, പവർ ട്രില്ലർ തുടങ്ങിയ ഉപകരണങ്ങൾ വാങ്ങാൻ കർഷകർക്ക് അവസരമൊരുങ്ങുകയാണ്. വ്യക്തിഗത കർഷകർക്ക് 50% വരെയും കർഷക കൂട്ടായ്മകൾക്കും സഹകരണ സംഘങ്ങൾക്കും 80% വരെയും സബ്സിഡി ലഭിക്കും. ആനുകൂല്യം ലഭിക്കുന്നതിനായി ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ കാർഡ്, കരമടച്ച രസീത് എന്നിവ സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. കേരള സർക്കാരിന്റെ കാർഷിക യന്ത്രവൽക്കരണ പദ്ധതി വഴി വർഷത്തിലൊരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനായി താൽപ്പര്യമുള്ള കർഷകർ അടുത്തുള്ള സർക്കാർ അംഗീകൃത കാർഷിക ഉപകരണ വിപണന കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് ലഭ്യമായ സബ്സിഡി വിവരങ്ങൾ കൃത്യമായി ചോദിച്ചറിയേണ്ടതാണ്. അപേക്ഷ നൽകാൻ ആഗ്രഹിക്കുന്നവർ ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് രേഖകൾ, തിരിച്ചറിയൽ രേഖകൾ, കരമടച്ച രസീത് എന്നിവയ്ക്കൊപ്പം ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും മുൻകൂട്ടി തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആവശ്യമായ എല്ലാ രേഖകളും സഹിതം രജിസ്ട്രേഷൻ നടപടികൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തറിയിപ്പ്, 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ലൈഫ് മിഷൻ വീടുകൾക്ക് പുറമെ നിലവിൽ ശോചനീയാവസ്ഥയിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകളും നഗരസഭകളും ഫണ്ട് വകയിരുത്തുന്നുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, BPL കാർഡുടമകൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ മാത്രമുള്ള വീടുകൾ എന്നിവർക്കാണ് ഇതിൽ പ്രഥമ പരിഗണന. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഗ്രാമസഭകൾ പൂർത്തിയാക്കി അപേക്ഷ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ടോ എന്ന് വാർഡ് മെമ്പർ വഴി അന്വേഷിച്ച് മനസ്സിലാക്കണം. പൂരിപ്പിച്ച അപേക്ഷയോടൊപ്പം തിരിച്ചറിയൽ രേഖ, വരുമാന സർട്ടിഫിക്കറ്റ്, നികുതി രസീത്, വീടിന്റെ നിലവിലെ അവസ്ഥ വ്യക്തമാക്കുന്ന ഫോട്ടോ എന്നിവ ഉള്ളടക്കം ചെയ്യണം. ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള സ്ഥലപരിശോധനയ്ക്ക് ശേഷമേ അന്തിമ പട്ടിക തയ്യാറാക്കൂ. അടുത്തറിയിപ്പ്, നീല വെള്ള റേഷൻ കാർഡുകാർക്ക് മുൻഗണനാ BPL വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് വൈകുന്നേരം 5 മണിയോടെ അവസാനിക്കുകയാണ്. സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹരായവർ നിലവിലെ റേഷൻ കാർഡ്, വരുമാന സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സഹിതം അക്ഷയ ഓൺലൈൻ കേന്ദ്രങ്ങൾ വഴി ഇന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ്. അടുത്തറിയിപ്പ്, ജൂലൈ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുന്നതാണ്. ജൂലൈ 23, 24 തീയതികളിലായി 2000 രൂപ വീതം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തും. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കാൻ ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30-നകം ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. കിടപ്പ് രോഗികൾക്കായി 50 രൂപ നിരക്കിൽ ഹോം മസ്റ്ററിംഗ് സൗകര്യവും ലഭ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.